എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നല്ലൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉണക്ക ചെമ്മീൻ ഉലർത്തിയതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് ഉണക്ക ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, 15 ചെറിയ ഉള്ളി, 2 ടീസ്പൂൺ ചതച്ച മുളക്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പുളിയിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി മാറ്റി വയ്ക്കാം. ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റുന്നത്. ഇനി ഇത് നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ കടായിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിയൊന്നും വെക്കരുത്. വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ കഴുകിയെടുത്തിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് വെള്ളം വാർന്നു പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയ ശേഷമാണ് കടായിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ ചെമ്മീനൊക്കെ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ തീ ഒരുപാടങ്ങ് കൂട്ടി വയ്ക്കരുത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതേ കടായി തന്നെയാണ് ഞാൻ ഈ ചെമ്മീൻ ഉലർത്തിയത് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ കടായി ഒന്ന് തുടച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ആ ചെറിയ ഉള്ളിയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഈ ചെറിയ ഉള്ളി ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് അത് അരഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ 1 മിനിറ്റ് ആ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ചതച്ച മുളകും കൂടി ചേർക്കുകയാണ്. 2 ടീസ്പൂൺ ചതച്ച മുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഈ ചെറിയ ഉള്ളിയും ചതച്ച മുളകും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നതിലാണ് ഈ ഒരു ചെമ്മീൻ ഉലർത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയമെടുത്ത് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ചെമ്മീനും ഈ മുളകും ഉള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർക്കുന്നുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണ്. ഏകദേശം 2 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഉണ്ട്. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇന്നത്തെ ഈ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്